നമസ്കാരം. വാർത്തയിലേക്ക് സ്വാഗതം. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് തൂക്കുകയർ. കേരളം കാത്തിരുന്ന വിധി. വിശദാംശങ്ങൾ അറിയാം. ആദ്യം തലക്കെട്ടുകൾ. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും. പിഴത്തുക സുധാകരന്റെ മക്കൾക്ക് നൽകണം. പിഴയടച്ചില്ലെങ്കിൽ 3 വർഷം കൂടി തടവ്. വിധി പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയുടേത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് കോടതി. കുറ്റവാളി ചെന്താമരയ്ക്ക് മാനസാന്തരം ഉണ്ടാകില്ലെന്ന് പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ തള്ളി കോടതി. കോടതിക്ക് നന്ദി പറഞ്ഞ് സുധാകരന്റെ മക്കൾ. പ്രതിപക്ഷ ബഹളത്തിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസം സഭാ നടപടികൾ തടസ്സപ്പെട്ടതിനെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും നിരവധി തവണ നിർത്തിവെച്ചു. FCRA ഉൾപ്പെടെ 7 ബില്ലുകൾ അവതരിപ്പിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. വർഷകാല സമ്മേളനം ഫലപ്രദമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യ സംഭാവനക്കൊള്ളയും നീറ്റ് പരീക്ഷാ ക്രമക്കേടും ഉന്നയിച്ചു പ്രതിപക്ഷം. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സമരം തുടരുന്ന CJPയെ ചർച്ചയ്ക്ക് വിളിച്ചു കേന്ദ്ര സർക്കാർ. ചർച്ച തീരും വരെ ജന്തർ മന്ദറിൽ സമരം തുടരുമെന്ന് CJP. അഭിജിത്ത് ദീപ്കെ നിരാഹാരം അവസാനിപ്പിച്ചു. പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ ശ്രമിച്ച CJP പ്രവർത്തകർക്കെതിരെ ലാത്തി വീശി പോലീസ്. ജന്തർ മന്ദറിൽ കനത്ത സുരക്ഷ. സോനം വാങ്ചുക്കിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ച് ഭാര്യ ഡോക്ടർ ഗീതാഞ്ജലി ആങ്മോ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ 1-ാം പ്രതി ഡോക്ടർ MK റാം പിടിയിൽ. കുടക്കിൽ നിന്ന് പിടിയിലായ റാമിനെ കണ്ണൂരിലെത്തിച്ചു. റാം നിരപരാധിയെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും റാമിന്റെ അഭിഭാഷകൻ. നിതിന്റേത് ആത്മഹത്യയല്ല കൊലപാതകമെന്ന് ആവർത്തിച്ച് പിതാവ് രാജൻ. VS അനുസ്മരണ വാരാന്ത പതിപ്പ് വിവാദത്തിൽ ദേശാഭിമാനി എഡിറ്റർ KR അജയന് കാരണം കാണിക്കൽ നോട്ടീസ്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുൻപ് വിശദീകരണം നൽകണമെന്ന് നിർദ്ദേശം. വാർത്താ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്നും പാർട്ടിക്കും പത്രത്തിനും അവമതിപ്പുണ്ടാക്കിയെന്നും വിമർശനം. ആലപ്പുഴയിലെ സ്ഥലം കയ്യേറ്റത്തിൽ ഇടപെട്ടതാണെന്നും അന്നം മുടക്കിയതല്ലെന്നും പൊതിച്ചോറ് വിവാദത്തിൽ പ്രതികരിച്ച് ആരോഗ്യമന്ത്രി K മുരളീധരൻ. കമ്മ്യൂണിറ്റി കിച്ചൺ നിലവിൽ ആലപ്പുഴയിൽ മാത്രം. ആശുപത്രികളിൽ ഭക്ഷണം കൊടുക്കുന്നതിന് തടസ്സമില്ലെന്നും ആരോഗ്യമന്ത്രി. ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിന്. അർജന്റീനയെ 1-0 പരാജയപ്പെടുത്തി. സ്പെയിൻ ലോകകപ്പ് കിരീടം ഉയർത്തുന്നത് 2ാം തവണ. ഗോൾഡൻ ബൂട്ട് ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയ്ക്ക്. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് ജില്ലാ സെഷൻസ് കോടതി. പ്രതി 20 ലക്ഷം രൂപ പിഴയൊടുക്കണമെന്നും കോടതി പറഞ്ഞു. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നാണ് കോടതി നിരീക്ഷിച്ചത്. കുറ്റവാളി ചെന്താമരയ്ക്ക് മാനസാന്തരം ഉണ്ടാകില്ല എന്ന പ്രതിഭാഗത്തിന്റെ വാദങ്ങളെല്ലാം തള്ളി കോടതി കാര്യങ്ങൾ നിരീക്ഷിച്ചു. വിവരങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, പ്രതിഭാഗത്തിന്റെ വാദങ്ങളെല്ലാം തള്ളി പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങൾ ശരിവെച്ചു. പ്രതി ചെന്താമരയ്ക്ക് മനുഷ്യ മനസാക്ഷിയെ കുലുക്കിയ കൊലക്കേസിൽ തൂക്കുകയർ വിധിച്ചിരിക്കുന്നു പാലക്കാട് ജില്ലാ സെഷൻസ് കോടതി. അതും അപൂർവങ്ങളിൽ അപൂർവമെന്ന് നിരീക്ഷിച്ചു. വിലയിരുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിച്ചത്. അതായത് ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോടതി പരാമർശിക്കുന്ന ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ച്. കാരണം ഇത്തരത്തിൽ ക്രിമിനൽ മൈൻഡുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു ഏത് രീതിയിലാണ് ഇയാൾക്ക് ഇളവ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇയാൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കുടുംബത്തിന് ഉണ്ടാകാൻ പോകുന്ന ആപത്ത് എത്രത്തോളം ഉണ്ടെന്ന് കോടതി പരിഗണിക്കുന്ന ഒരു കാഴ്ചയാണ്. നമുക്ക് രീതിയിലാണ് ഇയാൾക്ക് ഇളവ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇയാൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കുടുംബത്തിന് ഉണ്ടാകാൻ പോകുന്ന ആപത്ത് എത്രത്തോളം ഉണ്ടെന്ന് കോടതി പരിഗണിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇയാൾ സമൂഹത്തിന് തന്നെ ഭീഷണിയാണ് എന്നുള്ളൊരു കാഴ്ച, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യം നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോടതി കണ്ടെത്തിയ ചില പ്രധാന കാര്യങ്ങൾ അതാണ്. ഇയാൾക്ക് മാനസാന്തരം വന്നിട്ടില്ല, മാത്രമല്ല ഇയാൾക്ക് മാനസിക തകരാറുമില്ല. അപ്പോൾ ബോധപൂർവം ആസൂത്രിതമായി ഉണ്ടാക്കിയ കൊലപാതകങ്ങളാണ് ഇത് എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് കോടതി വരികയാണ്.
അങ്ങനെയാണ് ഈ ഒരു കേസിൻ്റെ ഒരു വഴിത്തിരിവ്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കോടതി അംഗീകരിക്കുന്ന ഒരു സാഹചര്യം, ഒപ്പം ഈ പ്രതിഭാഗത്തിൻ്റെ വാദങ്ങളെല്ലാം തന്നെ ആ കോടതി തള്ളിക്കളയുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അങ്ങനെയാണ് കോടതി നിരീക്ഷിച്ചത്. അതായത് ഓരോ കാര്യങ്ങളും പ്രധാനമായി ഏറ്റവും നന്നായിട്ട് തന്നെ കൂടുതലായി വിശകലനം ചെയ്ത് കോടതി പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് എല്ലാ കുറ്റവാളികളും െടുത്തുകൊണ്ട് പ്രോസിക്യൂഷന്റെ വാദവും കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു വിധിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് കോടതി പറഞ്ഞത്. ഇതിൽ ഏറ്റവും പ്രധാനം കേരളത്തിലടക്കം കാത്തിരുന്ന ആശിച്ച ഒരു വിധി വന്നു, അത് പൂർത്തിയായ അല്ലെങ്കിൽ ഒരു വധശിക്ഷ വന്നു എന്നുള്ളതാണ്. കുടുംബത്തിന് വലിയ സന്തോഷമാണ്. അതിനോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട സാക്ഷികളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഒക്കെ തന്നെ വലിയ സന്തോഷം പ്രകടിപ്പിച്ചു. പല സാക്ഷികളും തങ്ങൾക്ക് ഭീഷണിയുള്ളതായി നേരത്തെ പറഞ്ഞിരുന്നു. മാത്രമല്ല, ഈ മരണപ്പെട്ട സജിതയുടെ സഹോദരിയുമായി സംസാരിച്ചപ്പോൾ ഇപ്പോഴും അവർക്ക് ഭയമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അതായത് ഒരുപക്ഷെ ഇയാൾ ജയിൽ ചാടി വന്ന് ആക്രമിക്കാനുള്ള സാധ്യത വരെയുണ്ട്. അത്രത്തോളം ക്രിമിനൽ മൈൻഡുള്ള ഒരു കോൾഡ് ബ്ലഡഡ് മർഡറർ എന്നാണ് കോടതി പരാമർശിച്ചത്. അത്തരത്തിൽ ഒരു സാഹചര്യമുള്ള അത്തരത്തിലുള്ള മാനസിക നിലയിലുള്ള ഒരാൾ ജയിലിൽ ചാടി വന്ന് പോലും ഈ ഒരു കൊലപാതകം നടത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വധശിക്ഷ നിർബന്ധമാണ്, വധശിക്ഷ ഉറപ്പാക്കണം എന്നാണ് കുടുംബം ഇപ്പോൾ പറഞ്ഞത്. മറ്റൊന്ന് സന്തോഷിക്കാവുന്ന അല്പമെങ്കിലും ആശ്വാസവും സന്തോഷവും തരാവുന്ന കാര്യമാണ് കോടതി. അതായത് 20 ലക്ഷം രൂപ നഷ്ടപരിഹാരം കുട്ടികൾക്ക് നൽകുന്ന, ഒപ്പം തന്നെ ആദ്യത്തെ കുട്ടിക്ക് സർക്കാർ ജോലിയും ഇത്തരത്തിൽ കോടതി പറയുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഒരു ആശ്വാസം കുടുംബത്തിന് ഉണ്ടായി എന്ന് വേണം പറയാൻ. കാരണം ഒരുപാട് സംഘടനകളുടെ നടുവിൽ, ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലൊക്കെ നിന്നതാണ്. കാരണം ഈ ഒരു വിധി ഇത് എങ്ങനെയായിരിക്കുമെന്ന് പലപ്പോഴും ഈ ഒരു കുടുംബത്തിന് തന്നെ അറിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ എല്ലാം ആശങ്കകൾ അകറ്റി അവർക്ക് നീതി ലഭിക്കത്തക്കവണ്ണം തന്നെ ആ ഒരു വിധി വന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ പരിഗണനയ്ക്ക് ശേഷം, കേസ് പരിഗണിച്ചതിന് ശേഷം കേരളം കാത്തിരുന്ന വിധി തന്നെയാണ്. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചിന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി. 20 ലക്ഷം രൂപ പിഴയൊടുക്കണം. ചിന്താമരയ്ക്ക് ആ തുക കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സർക്കാർ അല്ലെങ്കിൽ ഗവൺമെന്റ് കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തണം എന്നതടക്കമുള്ള, ആ കുട്ടികൾക്ക് താങ്ങാകണം എന്നതടക്കമുള്ള നിരീക്ഷണങ്ങളും കോടതി നടത്തിയിട്ടുണ്ട്. അപൂർവങ്ങളിൽ അപൂർവം എന്ന രീതിയിൽ തന്നെയാണ് കോടതി ഇതിനെ നിരീക്ഷിച്ചത്. പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങിയിരിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസം സഭാ നടപടികൾ തടസ്സപ്പെട്ടതിനെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും നിർത്തിവെച്ചു. FCRA ഉൾപ്പെടെ 7 ബില്ലുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എന്തായാലും ഈ ഒരു വർഷകാല സമ്മേളനത്തിൽ സർക്കാർ. അതേസമയം ഈ സമ്മേളനം ചേരുന്നതിന് മുൻപ് വർഷകാല സമ്മേളനം ഫലപ്രദമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തോടക്കം ആവശ്യപ്പെട്ടിരുന്നു. मेरा प्रश्न मंत्री जी से ये है कि भारत की पांडुलिपि विरासत के संरक्षण हेतु प्रारंभ की गई ज्ञान। साथियों, पिछले 1 महीने में देश ने अनेक सिद्धियां प्राप्त की है और देशवासी गर्व से भर जाएं, इस प्रकार की सिद्धियों का सिलसिला चला है। चाहे राष्ट्रीय हो, अंतर्राष्ट्रीय हो और अब तो अंतरिक्ष भी हो, एक प्रकार से भारत के लिए गर्व के पल रहे हैं. ജിഷ്ണു ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ജിഷ്ണു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥനയെല്ലാം തള്ളി പ്രതിപക്ഷം കൃത്യമായ തന്ത്രങ്ങൾ മെനഞ്ഞു തന്നെയാണ് ഇപ്പോൾ ഈ പാർലമെന്റ് സമ്മേളനത്തിന് എത്തിയിരിക്കുന്നത്. പല തവണ പാർലമെന്റ് തടസ്സപ്പെടുന്ന സാഹചര്യവും നമ്മൾ കണ്ടു. വിവരങ്ങൾ. സ്വപ്ന, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ പ്രതിപക്ഷ ബഹളത്തിൽ പൂർണ്ണമായും മുങ്ങുകയാണ്. കാരണം രാവിലെ 11 മണിക്ക് സഭാ നടപടികൾ ആരംഭിച്ചെങ്കിലും പ്രതിപക്ഷ ബഹളം കാരണം ആദ്യം 12 മണി വരെയും പിന്നീട് 12:30 വരെയും പിന്നീട് 1 മണി വരെയും ഇപ്പോൾ 2 മണി വരെയും രാജ്യസഭയും ലോക്സഭയും തുടർച്ചയായി നിർത്തിവെക്കേണ്ട അവസ്ഥയാണുള്ളത്. അയോധ്യ സംഭാവന ക്രമക്കേട്, കൂടാതെ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പറിലെ ചോർച്ച ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ വന്നിട്ടുള്ള വീഴ്ച, ഈ വിഷയങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങിക്കൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ ബഹളം
ബഹളം, സർക്കാരിന്റെ അനുനയ നീക്കങ്ങൾ അല്ലെങ്കിൽ ഈ വിഷയങ്ങളെല്ലാം ചട്ടപ്രകാരം ചർച്ച ചെയ്യാം എന്ന് ലോക്സഭയിൽ സ്പീക്കറും രാജ്യസഭയിൽ ചെയർമാനും നിരന്തരം ആവശ്യപ്പെട്ടെങ്കിലും അതിന് വഴങ്ങാതെ, അത് ഉൾക്കൊള്ളാതെ സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് പ്രതിപക്ഷം ബഹളം വയ്ക്കുകയാണ്. അത്തരത്തിൽ സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഇന്നലെ സർവകക്ഷി യോഗത്തിലും ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുമ്പോഴും സഭയിൽ ക്രിയാത്മകമായ ചർച്ചകൾക്ക് അവസരം നൽകണമെന്നും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏത് വിഷയവും ചട്ടപ്രകാരം അവസരങ്ങളിൽ ചർച്ച ചെയ്യാം എന്ന് സർക്കാർ വ്യക്തമാക്കുമ്പോഴും ആ അവസരങ്ങളോട് അല്ലെങ്കിൽ അത്തരം വാദങ്ങളോട് മുഖം നൽകാതെ അതിന് വഴങ്ങാതെയാണ് ശക്തമായ പ്രതിഷേധം പാർലമെന്റിനകത്ത് പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. സഭയ്ക്ക് പുറത്തും പാർലമെന്റിന് പുറത്തും ഇത്തരത്തിൽ സമാനമായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമാണ് കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് അയോധ്യ വിഷയവും ഒപ്പം നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ വിഷയങ്ങളിൽ സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം ബഹളമുന്നയിച്ചതാണ് നമ്മളിപ്പോൾ പാർലമെന്റിൽ കണ്ടത്. ഒപ്പം തന്നെ ജിഷ്ണു, ഈ പാർലമെന്റിലേക്ക് ഇന്നിപ്പോൾ CJP പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് പറഞ്ഞിരുന്നു. നേരത്തെ ഡൽഹി പോലീസ് അടക്കം അതിന് അനുമതി നിഷേധിച്ചു. പിന്നീട് നമ്മൾ കണ്ടത് ആ ജന്തർ മന്ദറിൽ നിന്ന് CJPയുടെ പ്രവർത്തകരെയെല്ലാം ഒഴിപ്പിക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ CJPയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന ഒരു ക്ഷണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് അഭിജിത്ത് ദീപ്കയും പ്രവർത്തകരുമടക്കം ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്? സ്വപ്ന, ശക്തമായ പ്രതിഷേധമാണ് ജന്തർ മന്ദിറിൽ നടക്കുന്നത്. വലിയ ആൾക്കൂട്ടം ഇന്ന് രാവിലെ മുതൽ തന്നെ ജന്തർ മന്ദിറിലുണ്ടായിരുന്നു. ജന്തർ മന്ദിറിന് മുൻപിൽ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടന്നുകൊണ്ട് മുൻപോട്ട് പോകാൻ ശ്രമിച്ച പ്രവർത്തകരെയാണ് പോലീസ് ലാത്തികൊണ്ട് നേരിട്ടിട്ടുള്ളത്. അതിനുശേഷം ഈ CJPയുടെ വക്താക്കളുമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിച്ചു. അതിനുശേഷമാണ് കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്താമെന്ന ധാരണയിലേക്ക് എത്തിയിട്ടുള്ളത്. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വക്താക്കൾ ചർച്ച നടത്തും എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചത്. അതിൽ കോക്രോച്ച് പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്ക ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയത് ഈ ചർച്ച അവസാനിക്കുന്നതുവരെ ജന്തർ മന്ദിറിൽ നിന്ന് പിരിഞ്ഞു പോകില്ല, അവിടെ സമരം തുടരും. ഇപ്പോഴും പാർലമെന്റ് മാർച്ച് നടത്തുമെന്ന സമീപനത്തിൽ തന്നെയാണ് ജന്തർ മന്ദിറിൽ സമരം തുടരുന്ന അഭിജിത്ത് ദീപ്ക ഉൾപ്പെടെയുള്ളവർ ഉള്ളത്. എന്നാൽ അഭിജിത്ത് ദീപ്കയെ നിരാഹാര സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. അവിടേക്ക് കൂടുതൽ വിദ്യാർത്ഥികളും യുവാക്കളും എത്തിയിട്ടുണ്ട്. കനത്ത സുരക്ഷാ വലയമാണ് ജന്തർ മന്ദിറിൽ ഒരുക്കിയിട്ടുള്ളത്. അതിൽ പോലീസ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വീഴ്ച, ഇത്തരത്തിലുള്ള സമരം നടത്തുമ്പോൾ അതിന് മുൻകൂട്ടി അനുമതി തേടേണ്ടതുണ്ട്. അത്തരത്തിലൊരു അപേക്ഷയും പോലീസിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പാർലമെന്റ് മാർച്ചിന് പോലീസ് അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ജന്തർ മന്ദിറിൽ 3 ലെയർ സുരക്ഷയാണ് ഡൽഹി പോലീസ് ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ ഡൽഹിയുടെ എന്തായാലും ഈ ചർച്ച തീരും വരെ സമരത്തിൽ നിന്ന് പിന്മാറാൻ ഒരുക്കമല്ല എന്ന് തന്നെയാണ് അഭിജിത്ത് ദീപ്കയും CJP പ്രവർത്തകരുമടക്കം അറിയിച്ചിരിക്കുന്നത്. നേരത്തെ സോനം വാങ്ചുക്കിനെ നിരാഹാര സമരം കിടന്ന് സുഖമില്ലാതെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് സോനം വാങ്ചുക്കിനെ സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് പ്രവേശിച്ചിരുന്നു. അവിടെ നിന്നും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട ഭാര്യ ഡോക്ടർ ഗീതാഞ്ജലി ആങ്മോ വീണ്ടും ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഡൽഹി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലാണ് ഹർജി നൽകിയത്. സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റമെന്ന ആവശ്യം നേരത്തെ സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. സിംഗിൾ ബെഞ്ചിന്റെ തീരുമാനം ചോദ്യം ചെയ്തുകൊണ്ടാണ് വാങ്ചുക്കിന്റെ ഭാര്യയുടെ ഹർജി. ചികിത്സയെക്കുറിച്ച് തീരുമാനിക്കാനുള്ള വാങ്ചുക്കിന്റെയും കുടുംബത്തിന്റെയും അവകാശത്തെ നിരസിക്കുകയാണ് സിംഗിൾ ബെഞ്ച് തീരുമാനമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ഒളിവിൽ പോയ 1ാം പ്രതി 101ാം ദിവസം പിടിയിലായിരിക്കുന്ന ഡോക്ടർ MK റാമിനെ ക്രൈംബ്രാഞ്ച് സംഘം കർണാടകയിലെ കുടകിൽ നിന്ന് അതിവിദഗ്ധമായി പിടികൂടി കസ്റ്റഡിയിലെടുത്ത പ്രതി അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. അതേസമയം റാം നിരപരാധിയാണെന്നും ലോൺ ആപ്പുകാരുടെ സമ്മർദ്ദമാണ് മരണത്തിന് കാരണമെന്നും ഡോക്ടർ റാമിന്റെ അഭിഭാഷകൻ പ്രതികരിച്ചു. നമ്മുടെ ഡോക്ടർ റാം സർ ഇതിൽ ഒരു വിധത്തിലും ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത ഒരു പ്രശ്നമാണ്. നമുക്ക് കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് അത്യന്തം നമുക്കൊരു വിശ്വാസമുണ്ട്. അവർ ഫെയറായ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തും. അതേസമയം കസ്റ്റഡിയിലെടുത്ത പ്രതിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് അന്വേഷണ സംഘം. പ്രതിക്ക് മറ്റെവിടെ നിന്നെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നും അന്വേഷണ സംഘത്തലവൻ വ്യക്തമാക്കി. നിയമ നടപടികൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊസീജിയറിലും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇന്ന് തന്നെ കോടതി മുമ്പാകെ ഹാജരാക്കുന്നതാണ്. അദ്ദേഹം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ കർണാടകയിലും ആന്ധ്രയിലുമായി പല സ്ഥലങ്ങളിലാണ് ഉണ്ടായിരുന്നാണ് അറിയിച്ചത്. ബാക്കി കൂടുതൽ കാര്യങ്ങൾ അന്വേഷണത്തിന്റെ
വിവരങ്ങളുമായി ജോസഫ് ചേരുകയാണ്. ജോസഫ്, MK റാമിനെ പിടികൂടിയിരിക്കുന്നു. ഇനിയിപ്പോൾ മറ്റ് നടപടിക്രമങ്ങളാണ്, മെഡിക്കൽ പരിശോധനയടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്നാൽ നിർണായകമായ വിവരങ്ങളാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന് ഡോക്ടർ റാമിൽ നിന്ന് കിട്ടാനുള്ളത്. പ്രത്യേകിച്ചും ഈ മരിച്ച നിതിൻ്റെ കുടുംബത്തിന് ഇപ്പോഴും ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് പറയുമ്പോൾ സ്വപ്ന സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിദ്യാർത്ഥി മരിച്ച 101-ാം ദിവസമാണ് പോലീസ് ക്രൈംബ്രാഞ്ച് സംഘം അതിവിദഗ്ധമായി ഈ ഡോക്ടർ MK റാമിനെ കർണാടകയിലെ കുടകിൽ നിന്ന് പിടികൂടിയത്. ഇയാൾക്ക് ഈ ലോക്കലായി പ്രാദേശികമായും രാഷ്ട്രീയ നേതാക്കളുടെയും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ആദ്യഘട്ടത്തിൽ പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. എന്തായാലും സൂചിപ്പിച്ച പോലെ തന്നെ 9 മണിയോടുകൂടി കണ്ണൂരിലെത്തിച്ച ഡോക്ടർ MK റാമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മെഡിക്കൽ പരിശോധനയ്ക്ക് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ്. അതിനുശേഷം തലശ്ശേരിയിലെ കോടതിയിൽ ഹാജരാക്കും. എന്തായാലും അതിനുശേഷം ഇത്തരത്തിൽ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് ഇപ്പോൾ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘത്തിലെ ആളുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വപ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആത്മഹത്യ, പ്രേരണ കുറ്റം, അതുപോലെ തന്നെ ഈ SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ പ്രകാരമാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് ഈ സംഭവമുണ്ടായി ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഒന്നാമത്തെ പ്രതിയെ കണ്ടെത്താത്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇത്തരത്തിൽ രൂപപ്പെട്ടിരുന്നു. സംസ്ഥാന വ്യാപക ഹർത്താൽ ഉൾപ്പെടെ വിവിധ സമരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നാം കണ്ടതാണ്. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ അന്വേഷണം ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. പക്ഷേ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയ സന്ദർഭത്തിൽ പോലും ഈ അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് ഈ നിതിൻ രാജിന്റെ കുടുംബം ആരോപിച്ചിരുന്നു. മാത്രവുമല്ല, ഈ പ്രത്യേക അന്വേഷണ സംഘം വേണമെന്നൊരു ആവശ്യമാണ് ഇവർ പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. ഈ സുപ്രീം കോടതിയിൽ നിന്ന് പോലും ഡോക്ടർ MK റാമിന്റെ ജാമ്യാപേക്ഷ തള്ളുകയും നിശിതമായ വിമർശനം ഉയർത്തുകയും ചെയ്തതോടെ ഈ അന്വേഷണ സംഘം നിർബന്ധിതമായി എന്ന് വേണം നമുക്ക് പറയാൻ. ഇത്തരത്തിൽ ഇയാളെ പിടികൂടുന്നതിനും മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും ഇത്തരത്തിൽ ആ നടപടികളിലേക്ക് കടന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കും. അതിനുശേഷം തലശ്ശേരിയിലെ കോടതിയിൽ ഹാജരാക്കി ഉടൻ തന്നെ MK റാമിനെ കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. എന്തായാലും നിതിൻ രാജിന്റെ ആത്മഹത്യയല്ല കൊലപാതകമെന്ന് ആവർത്തിക്കുകയാണ് പിതാവ് രാജൻ. റാമിന്റെ അറസ്റ്റ് ആശ്വാസകരമായ കാര്യമാണ്, അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നുവെന്നും മകന്റെ നഷ്ടം നികത്താനാകില്ലെന്നും പിതാവ് പറഞ്ഞു. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ല, പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കണം. കണ്ണൂരിൽ നിന്ന് അന്വേഷണം അട്ടിമറിച്ചുവെന്നും ഇക്കാര്യം ആഭ്യന്തരമന്ത്രിയോട് അറിയിക്കുമെന്നും നിതിന്റെ കുടുംബം പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരെ സംബന്ധിച്ച ക്രിമിനൽ സ്വഭാവമുള്ള പരാതികൾ വരികയാണെങ്കിൽ സർക്കാർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ അധ്യാപകൻ ഡോക്ടർ MK റാമിന്റെ അറസ്റ്റ് സംബന്ധിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് പരാതികളുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും മന്ത്രി കാസർഗോഡ് പറഞ്ഞു. VS അനുസ്മരണമുള്ള വാരാന്ത പതിപ്പ് പ്രസിദ്ധീകരിച്ച ദേശാഭിമാനി തിങ്കളാഴ്ചയിലെ പത്രത്തോടൊപ്പമാണ് വാരാന്ത പതിപ്പ് പ്രസിദ്ധീകരിച്ചത്. വെഞ്ഞാറമൂട്ടിലെ നാടകപ്രവർത്തകനെ പറ്റിയുള്ള കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിലുള്ള ലേഖനം വാരാന്ത പതിപ്പിലില്ല. സാങ്കേതിക കാരണങ്ങളാൽ ഇന്നലെ പ്രസിദ്ധീകരിക്കാനായില്ലെന്ന വിശദീകരണം ദേശാഭിമാനി ഇന്നും ആവർത്തിച്ചിട്ടുണ്ട്. മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്നതാണ് VSന്റെ ഓർമ്മക്കുറിപ്പിന്റെ തലക്കെട്ട്. 1-ാം പേജിൽ KV സുധാകരനും 4-ാം പേജിൽ CK ദിനേശുമാണ് ഓർമ്മക്കുറിപ്പുകൾ എഴുതിയിരിക്കുന്നത്. ഇന്നലെ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് വാരാന്ത പതിപ്പ് പുറത്തിറങ്ങിയിരുന്നില്ല. നാടകപ്രവർത്തകനായ വിജയനെ പറ്റിയുള്ള ലേഖനം കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിൽ വന്നാൽ അത് വിവാദമാകുമെന്ന് കണ്ട് ഇന്നലെ വാരാന്ത പതിപ്പ് പുറത്തിറക്കിയില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ ഇന്നിറങ്ങിയ വാരാന്ത പതിപ്പിൽ കള്ളൻ വിജയനെ കുറിച്ചുള്ള ലേഖനം ഇല്ലതാനും. തന്നെക്കുറിച്ചുള്ള വിവരങ്ങളും ഫോട്ടോയും ദേശാഭിമാനി ശേഖരിച്ചുവെന്ന് വിജയൻ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ വാരാന്ത പതിപ്പിൽ നിന്നും ലേഖനം ഒഴിവാക്കുകയായിരുന്നു. കള്ളൻ വിജയനെ കുറിച്ച് ലേഖനം ഇല്ലെന്നായിരുന്നു M സ്വരാജ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ദേശാഭിമാനി എഡിറ്റർ KR അജയന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുൻപ് വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ M സ്വരാജാണ് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വാർത്താ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്നും പാർട്ടിക്കും പത്രത്തിനും അവമതിപ്പുണ്ടാക്കിയെന്നുമാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പൊതിച്ചോറ് വിവാദത്തിൽ പ്രതികരണവുമായി ആരോഗ്യമന്ത്രി K മുരളീധരൻ. അന്നം മുടക്കിയതല്ലെന്നും ആലപ്പുഴയിൽ സ്ഥലം കയ്യേറിയതിൽ ഇടപെട്ടതാണെന്നും മന്ത്രി പറഞ്ഞു. കമ്മ്യൂണിറ്റി കിച്ചൺ നിലവിൽ ആലപ്പുഴയിൽ മാത്രമാണ്. ആശുപത്രിയിൽ ഭക്ഷണം കൊടുക്കുന്നതിന് തടസ്സമില്ലെന്നും ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. പ്രതിഷേധത്തിലുണ്ട്, സേവാഭാരതിയും പ്രതിഷേധത്തിലുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ അകത്ത് 2 കൂട്ടരും വലിയ ബാനർ വെച്ച് കെട്ടി അവിടുത്തെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയാണ്. മാത്രമല്ല, അവിടെ ഒരു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൻ്റെ വർക്കിന് അവിടെ ജോലിക്കാർ ചെന്നപ്പോൾ സേവാഭാരതിക്കാർ പറഞ്ഞത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇവിടെ പ്രവർത്തനം നടത്തണമെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലം അനുവദിച്ച് നൽകണം.
സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം അപ്രായോഗികവും അശാസ്ത്രീയവുമെന്ന് മുൻ മന്ത്രി വി എൻ വാസവൻ. വിശക്കുന്നവന്റെ രാഷ്ട്രീയമോ ജാതിയോ മതമോ നോക്കിയല്ല സന്നദ്ധ സംഘടനകൾ ഭക്ഷണ വിതരണം നടത്തുന്നത്. ഇത്തരം ജനകീയ പ്രവർത്തനങ്ങൾക്ക് തടയിടുന്നത് മാനവികതയ്ക്ക് ചേർന്നതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ സംഘടനകൾ കൊണ്ടുവരുമ്പോൾ ആ ഭക്ഷണം ഏത് സംഘടനയെന്ന് നോക്കിയിട്ട് മാത്രമല്ല വാങ്ങിക്കുന്നത്. വിശക്കുന്നു എന്നുള്ളത് കൊണ്ട് മനുഷ്യത്വം മുന്നിൽ നിർത്തിക്കൊണ്ട് വിശക്കുന്നവർക്കെല്ലാം ഭക്ഷണം ഏത് രാഷ്ട്രീയക്കാരെന്നോ മതക്കാരെന്നോ ജാതിക്കാരെന്നോ നോക്കാതെ കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ അന്നം യഥാർത്ഥത്തിൽ ഇന്ന് ഹോസ്പിറ്റൽ കോമ്പൗണ്ടുകൾ പാടില്ല എന്ന രൂപത്തിലേക്ക് വകുപ്പ് മന്ത്രി. കാസർഗോഡ് ചീമേനിയിൽ ആണവ നിലയം പരിഗണനയിൽ നിന്ന് സൂചന നൽകി വീണ്ടും വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. ലോകത്ത് എല്ലായിടത്തും ആണവ നിലയങ്ങളുണ്ടെന്നും കേരളവും ലോകത്തിന്റെ ഭാഗമെന്നും ചോദ്യത്തിന് മറുപടിയായി മന്ത്രി പറഞ്ഞു. ലോകത്തിന്റെ ഭാഗമാണ് കേരളം. ലോകത്ത് മറ്റു സ്ഥലങ്ങളിലും ഉണ്ട്. അതിനെ സംബന്ധിച്ച് കേരളത്തിലെ ആശങ്കകൾ പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ, എല്ലാവരും യോജിക്കുമെങ്കിൽ അതുകൂടി ആലോചിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞത്. സംസ്ഥാനത്തെ വൈദ്യുതി ക്ഷാമം ക്ഷണിച്ചു വരുത്തിയതെന്ന് മുൻമന്ത്രി വി എൻ വാസവൻ. പുറത്തുനിന്നും വൈദ്യുതി വാങ്ങുന്നതിന് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി തേടുന്നതിൽ വൈദ്യുതി വകുപ്പിന് വലിയ വീഴ്ച പറ്റി. ബിഡ് ഓപ്പൺ ചെയ്ത് 14 ദിവസം കഴിഞ്ഞിട്ടും വിവരം റെഗുലേറ്ററി കമ്മീഷനെ അറിയിക്കാൻ വൈദ്യുതി വകുപ്പോ സർക്കാരോ തയ്യാറായില്ലെന്ന കമ്മീഷന്റെ വിശദീകരണം സർക്കാരിന്റെ വീഴ്ചയെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂരിൽ ലോകകപ്പ് ഫൈനൽ മത്സരത്തിന് വിൽപ്പന നടത്താനെത്തിച്ച ലഹരി വസ്തുക്കൾ എക്സൈസ് ഉദ്യോഗസ്ഥർ പിടികൂടി. സ്പെഷ്യൽ ഓപ്പറേഷന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന. സംഭവത്തിൽ താലപ്പള്ളി മുള്ളൂർക്കര സ്വദേശികളായ സുനിൽ, ജിഷ്ണു എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഒന്നാം പ്രതിയായി സുനിലിന്റെ വീട്ടിൽ നിന്നും ബൈക്കിൽ നിന്നുമായി 2.62 ഗ്രാം MDMA കണ്ടെത്തി. ഔദ്യോഗിക വാഹനത്തിൽ മദ്യപിച്ച് ഫുട്ബോൾ ഫൈനൽ കാണാനെത്തിയ SIയെയും ഡ്രൈവറെയും തടഞ്ഞുവെച്ച് നാട്ടുകാർ. തൊടുപുഴ മങ്ങാട്ട് കവലയിലാണ് സംഭവം. കരിങ്കുന്നം പോലീസ് സ്റ്റേഷൻ SI റോയ് സുകുമാറിനെയും ഡ്രൈവറെയുമാണ് നാട്ടുകാർ തടഞ്ഞത്. പോലീസ് നടത്തിയ പരിശോധനയിൽ വാഹനത്തിൽ നിന്നും മദ്യക്കുപ്പികൾ കണ്ടെടുത്തു. കോഴിക്കോട് പാളയത്ത് യുവാവ് മരണപ്പെട്ട സംഭവം SIT അന്വേഷിക്കും. പ്രതികളുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിച്ചതായി പോലീസ് അറിയിച്ചു. അതേസമയം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി മാഫിയയുടെ വിവരങ്ങൾ ബിജു പോലീസിന് നൽകിയതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന ആരോപണം സിറ്റി പോലീസ് കമ്മീഷണർ നിഷേധിച്ചു. പാളയത്ത് കൊല്ലപ്പെട്ട 38-കാരൻ ബിജുവിന്റെ ശരീരത്തിൽ 45 മുറിവുകളുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. കഴുത്തിനു ചുറ്റും മാത്രമായി 18 കുത്തുകൾ ഏറ്റിട്ടുണ്ട്. രക്തം വാർന്നാണ് മരണം. CCTV പരിശോധനയിൽ നിന്നും പ്രതികളുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. പാളയം പ്രദേശം ലഹരി മാഫിയയുടെ കേന്ദ്രമാണെന്നും ലഹരി മാഫിയെക്കുറിച്ച് മകൻ പോലീസിന് വിവരം നൽകിയിരുന്നതായും ഇവർ തന്നെയാകും കൊലയ്ക്ക് പിന്നിലെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. എന്നാൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിവരം നൽകിയതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന ആരോപണം സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലി തള്ളി. ഇത്തരത്തിൽ വിവരങ്ങൾ നൽകിയ ആളല്ല ബിജുവെന്നും ലഹരിക്കെതിരെ വിവരം നൽകുന്നവരുടെ വിവരം പോലീസ് രഹസ്യമായി സൂക്ഷിക്കാറുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയ ശേഷം ഞങ്ങൾക്ക് രഹസ്യമായും ഒരുപാട് പേർ പരസ്യമായും ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നുണ്ട്. അവർക്കാർക്കും ഇന്നൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ രഹസ്യമായി തന്നെയാണ് സൂക്ഷിക്കുന്നത്. പക്ഷേ ഇന്ന് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് കോഴിക്കോട് സിറ്റിയിൽ പൊതുസമൂഹം അത് നല്ല പിന്തുണയാണ് തന്നിട്ടുള്ളത്. ഈ കാര്യത്തിൽ തികച്ചും അതല്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഒരാളുടെ വ്യക്തിപരമായ കാര്യത്തിൽ പൊതുസമൂഹത്തിൽ പറയേണ്ട എന്നതുകൊണ്ട് ഞങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ശീലങ്ങളെ പറ്റിയൊന്നും പറയുന്നില്ല. ഞങ്ങൾക്ക് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ആ സൂചനകൾ ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ലഹരി മാഫിയയെ പറ്റി പോലീസിന് വിവരം തന്നിട്ടാണ് ഇത് സംഭവിച്ചതെന്നത് തികച്ചും ശരിയല്ലാത്തൊരു കാര്യമാണ്. ടൗൺ ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കേസ് ഉടൻ ഏറ്റെടുക്കും. ഇന്നലെ പുലർച്ചെ 3 മണിയോടെയാണ് കോഴിക്കോട് പാളയത്തെ ഒറ്റമുറി വീട്ടിൽ ബിജുവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അമൃത ന്യൂസ്, കോഴിക്കോട്. വെമ്പായം ശ്രീവത്സം ബാറിലുണ്ടായ സംഘർഷത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. മുഖ്യപ്രതി അനീഷ് പെട്രോൾ വാങ്ങി വരുന്നതും അക്രമം നടത്തുന്നതും ദൃശ്യങ്ങളുണ്ട്. ഇന്നലെ രാത്രിയാണ് വെമ്പായത്തെ ബാറിൽ 2 സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരാളുടെ നില ഗുരുതരമാണ്. ബാറിലെ AC മുറിയിലിരുന്ന് മദ്യപിക്കുന്നതിനിടെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു. മദ്യപിക്കുന്നതിനിടെ ഒപ്പമുണ്ടായിരുന്ന നവാസ് അനീഷിന്റെ മുഖത്തടിച്ചു. ഇതിൽ പ്രകോപിതനായ അനീഷ് പുറത്തേക്ക് പോവുകയും ഒരു കന്നാസിൽ നിറയെ പെട്രോളുമായി തിരികെ വരുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം. ഏകദേശം നമ്മുടെ ഇവിടെ ഈ ഇതിനകത്ത് ഏകദേശം 90%
ഡാമേജ് ഉണ്ട്. പിന്നെ എന്തോ ഭാഗ്യത്തിന് നമ്മുടെ ലിക്കറിന്റെ സൈഡിലോട്ട് പോയില്ല. ഈ പെട്രോൾ ഒഴിക്കുന്ന കണ്ടപ്പോഴത്തേന് ബാക്കിയുള്ളവരെല്ലാം ഇറങ്ങി ഓടി. സ്റ്റാഫുകൾ ഉൾപ്പെടെ ഇറങ്ങി ഓടുക ചെയ്തത്. ഞങ്ങളെല്ലാവരും ഭയന്നു പോയി. തിരിച്ചു വരുന്നതിനിടെ മദ്യപിച്ചിരുന്ന അനീഷ പലതവണ തെന്നി വീഴുകയും ചെയ്തു. അനീഷിന്റെ ശരീരത്തിലും പെട്രോൾ വീണു. ഇതിനിടെ മദ്യപിച്ചിരുന്ന മറ്റുള്ളവരുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കുകയും തീ വെക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. ഇതിനിടെ അനീഷിന്റെ ദേഹത്തേക്കും തീ പടർന്നു. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമം നടത്തിയ നന്നാട്ടുകാവ് സ്വദേശി അനീഷ്, ഇരിഞ്ചയം സ്വദേശി അരുൺ, നൌഫൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ അനീഷിന്റെ നില ഗുരുതരമായി തുടരുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മേത്തർ ഈഗിൾസ് FC പന്തോളം സമർപ്പിക്കുന്നത് മേത്തർ ഈഗിൾസ് FC കേരള. ലോക ഫുട്ബോൾ കിരീടം സ്പെയിനിന്. ഫൈനലിൽ അർജന്റീനയെ എതിരില്ലാത്ത 1 ഗോളിന് കീഴടക്കി സ്പെയിൻ തങ്ങളുടെ 2ാം ലോകകപ്പ് കിരീടം സ്വന്തമാക്കി. ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരം തികച്ചും സ്പെയിൻ കൈവശമാക്കിയിരുന്നു. അർജന്റീനയ്ക്ക് ഒന്ന് പൊരുതാൻ പോലും ഇടം കൊടുക്കാതെ തലങ്ങും വിലങ്ങും സ്പാനിഷ് പട വരിഞ്ഞു മുറുക്കി. 90 മിനിറ്റ് മത്സരത്തിൽ തുടക്കത്തിലെ ആധിപത്യം സ്പെയിനിന് തന്നെയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ അർജന്റീനയെ സ്പെയിൻ വരച്ച വരയിൽ നിർത്തി. ആദ്യ പകുതിയിൽ ഒരൊറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും നേടാൻ കഴിയാതിരുന്ന അർജന്റീനയ്ക്ക് 2ാം പകുതിയിലും കാര്യമായൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. മത്സരത്തിലുടനീളം പ്രതിരോധത്തിലൂന്നി കളിച്ച അർജന്റീനയ്ക്ക് പ്രതിരോധത്തിലെ അവരുടെ പ്രധാന ആയുധമായ ലിസാൻഡ്രോ മാർട്ടിനസ് പരിക്കേറ്റ് പുറത്തുപോയതും തിരിച്ചടിയായി. 120 മിനിറ്റോളം കളിച്ചിട്ടും ആകെ 2 ഷോട്ടുകൾ മാത്രമാണ് അർജന്റീനയ്ക്ക് സ്പെയിൻ പോസ്റ്റിലേക്ക് ലക്ഷ്യമാക്കി അടിക്കാൻ കഴിഞ്ഞുള്ളൂ. അതേസമയം അർജന്റീനയുടെ ഡിഫൻഡേഴ്സിനെ മറികടന്ന് കൃത്യതയുള്ള ഷോട്ടുകൾ പായിക്കാൻ സ്പെയിനിന്റെ താരങ്ങൾക്ക് കഴിഞ്ഞു. ഗോളി എമിലിയാനോ മാർട്ടിനസിന്റെ മികച്ച പ്രകടനമാണ് അർജന്റീനയ്ക്ക് കൂടുതൽ ഗോളുകൾ കയറുന്നതിൽ നിന്നും രക്ഷയായത്. ഇഞ്ചുറി ടൈമിൽ 2ാം മഞ്ഞക്കാർഡിൽ ലഭിച്ച എൻസോ ഫെർണാണ്ടസ് പുറത്തായതോടെ അർജന്റീന 10 പേരായി ചുരുങ്ങിയാണ് ശേഷിച്ച സമയം മത്സരത്തെ നേരിട്ടത്. 106-ാം മിനിറ്റിൽ ഫെറാൻ ടോറസ് നേടിയ ഗോളാണ് കലാശപ്പോരിന്റെ വിധി എഴുതിയത്. നിക്കോ വില്യംസ് നൽകിയ പാസാണ് ടോറസ് വലയിലെത്തിച്ചത്. സ്പെയിനിന്റെ 2ാം കിരീട നേട്ടമാണിത്. 2010-ൽ ദക്ഷിണാഫ്രിക്കയിൽ കിരീടമുയർത്തി 1.5 പതിറ്റാണ്ടിന് ശേഷം സ്പെയിൻ വീണ്ടും ലോക ചാമ്പ്യന്മാരായി. ലോകകപ്പ് ഫൈനലിൽ ഇതിനു മുമ്പ് ഒരു ടീമും ഒറ്റ ഷോട്ടില്ലാതെ 90 മിനിറ്റ് പൂർത്തിയാക്കിയിട്ടില്ല. ആ നാണക്കേടിന്റെ റെക്കോർഡുമായിട്ടാണ് അർജന്റീന കളം വിട്ടത്. ഫ്രഞ്ച് നായകൻ കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം സ്വന്തമാക്കി. മറ്റ് പ്രധാന പുരസ്കാരങ്ങളെല്ലാം ലോക ചാമ്പ്യന്മാരായ സ്പാനിഷ് പട തൂത്തുവാരി. ടൂർണമെന്റിൽ 1 ഗോൾ മാത്രം വഴങ്ങി സ്പാനിഷ് കോട്ട കാത്ത ഗോൾ കീപ്പർ ഉനായ് സിമോൺ മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം നേടി. സ്പെയിനിന്റെ മധ്യനിരയിലെ റോഡ്രിയാണ് ടൂർണമെന്റിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം സ്വന്തമാക്കിയത്. മികച്ച യുവതാരമായി സ്പാനിഷ് പ്രതിരോധ താരം പൗ ക്യൂബാർസിയും തിരഞ്ഞെടുക്കപ്പെട്ടു. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. റിപ്പോർട്ടറുടെ ഉച്ചവാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.